താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇൻഷുറൻസ് എടുക്കാത്തത്? ഇൻഷുറൻസ് എടുക്കാത്തതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ഒന്ന്, അവർക്ക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഇൻഷുറൻസ് എന്താണെന്നത് ഒരു ഫണ്ടമെന്റൽസ് ഇല്ലാത്തതുകൊണ്ട്. എന്താണ് ഇൻഷുറൻസ്? എല്ലാവരും പറയുന്നത് ഇൻഷുറൻസ് പറ്റിയൊരു പ്രസ്ഥാനമാണ്. ഇൻഷുറൻസ് ഒരിക്കലും പറ്റിയൊരു പ്രസ്ഥാനമല്ല. പക്ഷേ കേൾക്കുന്ന കസ്റ്റമറും പറയുന്ന എന്നെപ്പോലുള്ള ഏജൻറ്റും ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് എപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ അതിന് വേണ്ടൊരു കാര്യം, ഇത് ബേസിക് അവയർനെസ് ഉണ്ടാവണം. അത് ഏതെങ്കിലും നല്ല ഏജൻറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എടുക്കാത്തതിൻ്റെ ഒരു കാര്യം പ്രീമിയം കൂടുതലാണെന്ന് പറഞ്ഞാണ്. എനിക്ക് ഇത്രയും പ്രീമിയം അടയ്ക്കാനില്ല എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ ഏകദേശം ഒരു 65,000 രൂപ വില ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. അപ്പോൾ 65,000 രൂപയുടെ മൊബൈൽ എടുക്കാം, പക്ഷേ ഒരു 10,000 രൂപയുടെ പ്രീമിയം അടയ്ക്കാൻ നമ്മുടെ കയ്യിലില്ല. ഒരു വണ്ടിക്ക് ഇപ്പോൾ എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഫോർ എക്സാമ്പിൾ ഒരു EMI അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 10,000 രൂപ കൂട്ടിക്ക് ആവറേജ് 10,000 രൂപ വെച്ച് 12 മാസം അടയ്ക്കും 1,20,000 രൂപ വണ്ടിക്ക് EMI അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു 10,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ അവരുടെ ഇല്ല കാശ്. ഈ 1,20,000 രൂപ EMI അടയ്ക്കുന്നു, കൂടാതെ ഒരു ഇൻഷുറൻസ് ഒരു 10,000 രൂപ അടയ്ക്കുന്നുണ്ട്. വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാം, പക്ഷേ സ്വന്തമായിട്ടോ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തില്ല. അതിനേക്കാളും പ്രയോറിറ്റിയാണ് എൻ്റെ മൊബൈൽ, എൻ്റെ EMI, എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഈ വണ്ടിക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം. ഇപ്പോൾ സാധാരണ ഞാൻ കണ്ടുവരുന്ന ഒരു ആവറേജ് കുടുംബത്തിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരുപാട് കാശുണ്ടാക്കുന്നവർ ഒറ്റയടി കൊണ്ട് കാശ് കളയുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അത് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണല്ലോ അസുഖം എന്ന് പറയുന്നത്. എപ്പോൾ വരും എങ്ങനെ വരും എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് മുഴുവൻ ഈ പറയുന്ന ഇപ്പം ഞാൻ കണ്ടുവരുന്നുണ്ട് ചില പിള്ളേർ സെറ്റുകൾ എടുക്കുന്നത് ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു ഗാലക്സി ഫോൺ എടുക്കണമെങ്കിൽ എത്ര ആവും EMI ചോദിച്ച് എടുക്കുന്നത്. നിസ്സാര ശമ്പളമേ ഉള്ളൂ, പക്ഷേ അവർ ആദ്യം പോയി എടുക്കുന്ന നല്ല ഫോൺ വേണ്ടെന്നല്ല പറയുന്നത്, വേണം. അതിനേക്കാളും വലിയ പ്രയോറിറ്റിയാണ് നമുക്കിപ്പോഴും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. അപ്പം ബേസിക്കലി ചോദ്യത്തിനുള്ള മറുപടി ഒന്ന്, ഇവർക്കുള്ള അവയർനെസ് ഇല്ല, ഇതെല്ലാം കളിപ്പീരാണെന്ന് കേൾക്കുന്നു. രണ്ടാമത്തെ കാര്യം കാശില്ല എന്ന് പറയുന്നത്. കാശില്ലാത്തതുകൊണ്ട് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്നതല്ല. കാശില്ലാതെ ഇൻഷുറൻസ് എടുക്കാനില്ല. ഇൻഷുറൻസ് ലോൺ എടുത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരെ എനിക്കറിയാം. കാര്യം അത് അത്രയും പ്രയോറിറ്റി ആയിട്ട് കാണുന്നവരുണ്ട്. പ്രയോറിറ്റി ആയിട്ട് കാണാത്തതിൻ്റെ കാരണം അവർക്ക് അങ്ങനെ അസുഖം വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അങ്ങനെ അസുഖം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി, ഇപ്പോൾ ഞാൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ആകാം, അല്ലെങ്കിൽ SIPകളായിക്കോട്ടെ, FD ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, വണ്ടിയുടെ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഏറ്റവും ഇങ്ങനെ കുറേ കാറ്റഗറീസ് ചെയ്ത് ഞാൻ കാണിച്ചാൽ ഏറ്റവും ആദ്യം ടിക്ക് ചെയ്യേണ്ട ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് ഇൻഷുറൻസും, ബാക്കി എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇത് എടുക്കാതെ പോകുന്ന ഒന്ന് ഞാൻ പറഞ്ഞ പോലെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അവയർനെസ് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ കുറച്ച് അവയർനെസ് കിട്ടുകയുള്ളൂ. നമ്മൾ കുറേ സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ കുറേ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കുറേ അവയർനെസ് കിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ ബേസിക് റീസൺ.